സോ ഇന്ന് ജൂൺ 20-ന് 2025 നീറ്റ് പരീക്ഷയിൽ അപ്പിയർ ചെയ്യുന്ന കുട്ടികളുടെ ഫേസ് 2 പ്രവേശനോത്സവമായിരുന്നു നമ്മുടെ പാലാ ബ്രില്യൻ സ്റ്റഡി സെൻറ്ററിൻ്റെ മുത്തോലി ക്യാമ്പസിൽ. അപ്പോൾ കുട്ടികൾക്ക് ഇന്ന് ഓറിയൻറ്റേഷൻ ക്ലാസ്സസും മോട്ടിവേഷൻ ക്ലാസ്സസും ഒക്കെ കിട്ടി. അതുപോലെ തന്നെ അവർക്ക് സ്റ്റഡി മെറ്റീരിയൽസും ഒക്കെ കിട്ടി. അപ്പം അവരുടെ ഇന്നത്തെ ഈ എക്സ്പീരിയൻസ്, ഫസ്റ്റ് ഡേയിലെ എക്സ്പീരിയൻസിലേക്ക് നമുക്കൊന്ന് പോവാം. സാഹചര്യങ്ങൾ വന്നപ്പോൾ 655 കിട്ടിയിട്ട് പോലും ഗവൺമെന്റ് സീറ്റ് കിട്ടുമെന്ന കാര്യത്തിൽ ഉറപ്പില്ലാത്തതുകൊണ്ട് ഇങ്ങോട്ട് വന്നതുണ്ട്. അവിടെ നീറ്റിന് നല്ല സ്കോർ, പ്ലസ് 2 മാർക്കിനേക്കാൾ കൂടുതൽ നീറ്റിന് ഈ 2024 പരീക്ഷയിൽ മാന്യമായ ഒരു സ്കോർ, മാന്യമായ മീൻസ് ഒരു ഞങ്ങളുടെ ഒരു കാഴ്ചപ്പാടനുസരിച്ചൊരു 525 മുകളിൽ മേടിച്ചെങ്കിലേ നിങ്ങൾ യഥാർത്ഥത്തിൽ പഠിച്ചു എന്ന് പറയാൻ പറ്റും. കാരണം അത്രയും സിമ്പിൾ. കഴിഞ്ഞ വർഷം 500 ആവശ്യം എന്ന് കരുതി 500 വളരെ ബലമായിട്ട് മാറ്റുന്നുമില്ല. 500 താഴെ ഒരാളെ കയറിക്കിട്ട് മരുന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഉൾക്കൊള്ളിക്കുന്നുണ്ട്. പക്ഷേ ഞങ്ങളുടെ അഡ്വൈസ് MBBS ഈ വർഷം കിട്ടുന്ന ആൾക്കാർ നല്ല റാങ്കൊക്കെ ഉണ്ട്, നല്ല മാർക്കുള്ള ആൾക്കാർക്ക് പോലും ഇപ്പോൾ കൺഫ്യൂഷനാണ്. ഈ കൺഫ്യൂഷനൊക്കെ ഉണ്ടായി, കൺഫ്യൂഷനൊക്കെ തീർന്നു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് പ്രശ്നമില്ല എന്ന് പറഞ്ഞ പോലെ നിങ്ങൾ ഓർത്ത് നോക്കുക. നിങ്ങൾ ഏത് തീരുമാനിക്കുന്നു ആ തീരുമാനിക്കുന്നതിൻ്റെ ഗൈഡ് ലൈൻ സീസൺ സാറ് പറഞ്ഞു. ഒരു 525 മാർക്കിൽ കൂടുതലുണ്ടെങ്കിൽ തിയറി പഠിച്ചിട്ടുണ്ട് എന്നാണ് വെപ്പം. അങ്ങനെ 525 കൂടുതലുള്ള ആൾക്കാരും തിയറി ശരിക്കറിയത്തില്ല എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ റിപ്പീറ്റർ ബാച്ചിലിരിക്കുക. ശരിക്കും പഠിക്കേണ്ടതെന്ന് പറഞ്ഞാൽ NCERTയിലെ തിയറി തന്നെ. നിങ്ങൾ +2 കഴിഞ്ഞ കുട്ടികളാണ്. +2 തിയറി പഠിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അത്യാവശ്യം പഠിച്ചിട്ടുണ്ട്, നല്ല മാർക്കും കിട്ടിയിട്ടുണ്ട്. അത് നമ്മുടെ അറിവിൻ്റെ ഒരു അളവാണ്. പക്ഷേ ആ അറിവ് വെച്ച് എൻട്രൻസിലെ ക്വസ്റ്റ്യൻസ് ടാക്കിൾ ചെയ്യാൻ പറ്റുമോ എന്ന കാര്യത്തിലാണ് ബുദ്ധിമുട്ട് വരുന്നത്. മിക്കവാറും ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങൾ വായിച്ചു നോക്കുമ്പോൾ അറിയാം എന്നൊരു തോന്നലുണ്ട്, പക്ഷെ കൃത്യമായിട്ട് ആൻസറിലേക്ക് എത്താൻ പറ്റുന്നില്ല എന്ന് നോക്കുക. അപ്പം നമുക്ക് ഏറ്റവും ബേസിക്കായിട്ട് പഠിക്കേണ്ടത് NCERT ടെക്സ്റ്റ് ബുക്ക് തന്നെയാണ്. ഉച്ച കഴിഞ്ഞ് ആദ്യം ക്ലാസ്സുകൾ കാണാൻ സാധ്യതയില്ല, പക്ഷേ കുറച്ച് കഴിയുന്ന സമയത്ത് ഉച്ച കഴിഞ്ഞ് ക്ലാസ് ഉണ്ടാകും.
അപ്പോൾ ഉച്ചയ്ക്ക് നിങ്ങളെ വിട്ട് കഴിഞ്ഞാൽ ഹോസ്റ്റലിൽ പോകേണ്ടവർക്ക് ഹോസ്റ്റലിൽ പോകാം, അല്ലാത്തവർക്ക് ഇവിടെ തന്നെ ഇരുന്ന് റെഫറൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വലിയ ബുക്ക് എടുത്തൊന്നും നോക്കണ്ട, പഠിച്ച കാര്യങ്ങൾ തന്നെ നോക്കിയാൽ മതി. ഹായ്, ഹായ്, എന്താണ് പേര്? എൻ്റെ പേര് അവന്തിക. ഓക്കെ, എങ്ങനെയുണ്ടായിരുന്നു ഫസ്റ്റ് ഡേ എക്സ്പീരിയൻസ്? വളരെ നല്ലതായിരുന്നു. കൃഷിക അൽഫിയ. എവിടെ നിന്നാണ് വരുന്നത്? കൊല്ലം. ഞാൻ ആലപ്പുഴ. എങ്ങനെയുണ്ട് ഫസ്റ്റ് ഡേ ബ്രില്യൻ്റ് വന്നിട്ട്? പൊളിയാണ്. ഹോസ്റ്റലും അക്കോമഡേഷനും ഒക്കെ ശരിയായോ? എവിടെയാണ്? ഏത് ഹോസ്റ്റലാണ്? പാലക്കൽ. രണ്ടുപേരും പാലക്കലാണ്. നിങ്ങളിവിടെ വന്നിട്ട് പരിചയപ്പെട്ടതാ? ആണോ? കൂട്ടായോ എല്ലാവരുമായിട്ടും? എല്ലാവരുമായിട്ട് സെറ്റായോ? മെറ്റീരിയൽസ് ഒക്കെ കണ്ടോ? എങ്ങനെയുണ്ട്? നല്ല നോക്കിയോ? ക്വസ്റ്റ്യൻസ് എല്ലാം നോക്കിയോ? നോക്കി. ചെയ്യാൻ പറ്റുന്നുണ്ടോ? ജസ്റ്റ് നോക്കിയിട്ട്. ഞാൻ സ്റ്റഡി മെറ്റീരിയൽ വർക്ക് ബുക്ക് ആണെന്ന് കിട്ടി. നല്ലതാണ്. നോക്കിയായിരുന്നു. ഓക്കെ. ഹായ്, പേരെന്താണ്? അഭിരാമി. അദ്രിജ. എവിടെയാ വീട്? കോട്ടയം. കോട്ടയത്ത് തന്നെ. കോട്ടയത്ത് എവിടെയാ? കൊടുങ്ങൂര്. എവിടെയാ? പത്തനംതിട്ട. ഒരേ ഹോസ്റ്റലിലാണ് നിങ്ങൾ? പാലക്കൽ. ഏത്? പാലക്കൽ തന്നെ. എങ്ങനെയുണ്ട് ഫസ്റ്റ് എക്സ്പീരിയൻസ് വന്നിട്ട്? നന്നായിട്ടുണ്ട്. ക്ലാസ് ടീച്ചർ ആണെങ്കിലും നല്ല കമ്പനിയാണ്. ആണ്. നല്ല രസമുണ്ടായിരുന്നു. നല്ല മോട്ടിവേറ്റഡ്. ഓക്കെ. എങ്ങനെയുണ്ട് സ്റ്റഡി മെറ്റീരിയൽ ഒക്കെ നോക്കിയോ? അല്ല, ഇപ്രാവശ്യം കളർ വന്നിട്ടുള്ളത് കൊണ്ട് നല്ല രസമുണ്ട്. കളറുള്ളത് കൊണ്ട് നല്ല രസമുണ്ടായിരുന്നു. മീൻസ് കുറച്ചുകൂടി സിമ്പിളായിട്ട് തോന്നി ക്വസ്റ്റ്യൻസ് ഒക്കെ. ഓക്കെ. കൃഷ്ണ. എവിടെയാ വീട്? ഇടുക്കി. എങ്ങനെയുണ്ട് ബ്രില്യൻ്റ് വന്നിട്ട് ഫസ്റ്റ്? കൊള്ളാം. നല്ല സപ്പോർട്ടൊക്കെ ആയിരുന്നു. ഫ്രണ്ട്സിനൊക്കെ കിട്ടിയോ? സ്റ്റഡി മെറ്റീരിയൽസ് കിട്ടിയില്ല? എങ്ങനെയുണ്ട്? കൊള്ളാം. കഴിഞ്ഞ വർഷത്തെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. പിന്നെ കുറേ വ്യത്യാസം ഉണ്ടായിരുന്നു കഴിഞ്ഞ വർഷത്തേക്ക്. ഓക്കെ. ദീപിക. അക്ഷര. എവിടെയാ വീട്? ട്രിവാൻഡ്രം. എറണാകുളം. രണ്ടുപേരും ഒരു ഹോസ്റ്റലിലാണോ? ഫ്രണ്ട്സ് ആയോ ഇവിടെ വന്നിട്ട്? ഫസ്റ്റ് ടൈം ആണോ? അതെ. എല്ലാം സെറ്റായോ? സ്റ്റഡി മെറ്റീരിയൽ കണ്ടിട്ട് എങ്ങനെയുണ്ട്? ക്വസ്റ്റ്യൻസ് ഉണ്ട്. നല്ല ക്വസ്റ്റ്യൻസ് ആണ്, ഇൻഡെപ്തായിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഇത്തവണ കുറച്ചുകൂടി ആൻസേഴ്സ് ഒക്കെ തരുന്നതുകൊണ്ട് കുറച്ചും കൂടി ഹെൽപ്ഫുൾ ആവുന്നു. പേരെന്താണ്? ആഗ്ന. എവിടെയാ വീട്? ട്രിവാൻഡ്രം. എങ്ങനെയുണ്ട് ബ്രില്യൻ്റ് വന്നിട്ട് ഫസ്റ്റ് ഡേ? ഫ്രണ്ട്സ് ഒക്കെ ആയോ? കുറച്ച് പേരൊക്കെ ആയി. ഓക്കെ. ഹോസ്റ്റൽ അക്കോമഡേഷൻ ഒക്കെ എങ്ങനെയുണ്ട്? കൊള്ളാം. ഫുഡ് കൊള്ളാം. ഓക്കെ. സ്റ്റഡി മെറ്റീരിയൽ കിട്ടിയായിരുന്നു. എങ്ങനെയുണ്ട്? അതും കൊള്ളാം, കുഴപ്പമില്ല. ഓക്കെ, താങ്ക് യു. പേരെന്താണ്? ആൻഡ് മേരി. എന്താണ് പേര്? എൽസ. എവിടെയാ വീട്? കാഞ്ഞിരപ്പള്ളി. കൊരട്ടി. തൃശ്ശൂർ. ഓക്കെ. എങ്ങനെയുണ്ട് ബ്രില്യൻ്റ് വന്നിട്ട് ഫസ്റ്റ് ഡേ? കൊള്ളായിരുന്നു, അടിപൊളിയായിരുന്നു. പേരെന്താണ്? ആര്യലക്ഷ്മി. എന്താണ് പേര്? ദേവി. എവിടെയാ വീട്? എഞ്ഞാറമൂട്. ട്രിവാൻഡ്രം. ഓക്കെ. പള്ളിക്കത്തോട്. ഓക്കെ. എങ്ങനെയുണ്ട് ബ്രില്യൻ്റ് വന്നിട്ട് ഫസ്റ്റ് ഡേ? കൊള്ളാം, നല്ല അറ്റ്മോസ്ഫിയർ. എങ്ങനെയുണ്ട്? കൊള്ളാം. ഇതെന്താണ്? അക്ഷയ. വീട് എവിടെയാ? കൊല്ലം. എങ്ങനെയുണ്ട് ബ്രില്യൻ്റ് വന്നിട്ട് ഫസ്റ്റ് ഡേ? ഞാൻ റിപ്പീറ്ററാണ്. അപ്പം നല്ല മെറ്റീരിയൽ കമ്പയർ ചെയ്തോ? കഴിഞ്ഞ വർഷത്തേനും ഇത്തവണത്തെ കുറച്ചുകൂടെ നല്ല ബെറ്റർ ആയിട്ട് തോന്നുന്നുണ്ട്. ഓക്കെ. ദെൻ എങ്ങനെയുണ്ട് അക്കോമഡേഷനും ഫുഡും ഒക്കെ? എല്ലാം കൊള്ളാം. ഫ്രണ്ട്സ് ആയോ? ഇന്നലെ വന്നതേ ഉള്ളൂ. ഓക്കെ. ഏത് ഹോസ്റ്റലാണ്? സെൻറ് തോമസ്. എന്താണ് പേര്? ദേവിക. എന്താണ് പേര്? ഏഞ്ചൽ. നിങ്ങൾ എങ്ങനെയുണ്ട് ബ്രില്യൻ്റ് വന്നിട്ട് ഫസ്റ്റ്? നന്നായിട്ടുണ്ട്. എല്ലാവരുമായിട്ട് കൂട്ടായോ? ഹോസ്റ്റലൊക്കെ എങ്ങനെയുണ്ട്? പഠിക്കാൻ പറ്റിയ സിറ്റുവേഷൻ ആണെന്ന് തോന്നി. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻറ്റ് സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.